ഹായ്, ഇത് നിങ്ങളുടെ ഹരിതയാണ്. നെസ്റ്റ് ഓഫ് സ്റ്റോറീസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പ്രണയത്തെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അപ്രതീക്ഷിത വഴിത്തിരിവുകളെക്കുറിച്ചുമാണ്. ഹൃദയത്തെ കുളിർപ്പിക്കുന്ന ഒരു പ്രണയ നാടകം. കുടുംബം എല്ലായ്പ്പോഴും നിങ്ങൾ ജനിച്ചവരല്ല, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ കടന്നുവരുന്നവരാണ് അത് എന്ന് സൗമ്യമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ചിക്കാഗോയിൽ തണുത്ത അവധിക്കാലത്ത് ദയയും സൗമ്യതയും നിറഞ്ഞ ഒരു യുവതിയായ ലൂസിയിൽ നിന്നാണ്. ചിക്കാഗോ ട്രാൻസിറ്റ് അതോറിറ്റിയുടെ റെയിൽവേ സ്റ്റേഷനിൽ ലൂസി ജോലി ചെയ്യുന്നു. അവളുടെ ജോലി എല്ലാ ദിവസവും ഒരു ചെറിയ ടിക്കറ്റ് ബൂത്തിൽ ഒറ്റയ്ക്ക് ഇരുന്നു ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്നത് നോക്കി. പക്ഷേ അവൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമുണ്ട്. പീറ്റർ എന്ന സുന്ദരനായ പുരുഷൻ. അവർ ഒരിക്കലും സംസാരിച്ചിട്ടില്ലെങ്കിലും പീറ്റർ എല്ലാ ദിവസവും അവളിൽ നിന്ന് ഒരു ടിക്കറ്റ് വാങ്ങുന്നു. അവൾ നിശബ്ദമായി ദൂരെ നിന്ന് അവനെ പ്രണയിക്കുന്നു. അവന്റെ പതിവ് പുഞ്ചിരി കോട്ട് പോലും അവൾക്കറിയാം. പക്ഷെ അവൾക്ക് അവന്റെ ശബ്ദം അറിയില്ല. ലൂസി ഒറ്റക്കാണ് ജീവിക്കുന്നത്, അവളുടെ ഹൃദയം ശാന്തമായ ദുഃഖം വഹിച്ചുകൊണ്ട്. അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. 2 വർഷം മുമ്പ് അവൾക്ക് അച്ഛനെയും നഷ്ടപ്പെട്ടു. അവധിക്കാലം കഠിനമാണ്. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ ലൂസി മാത്രം ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ക്രിസ്മസ് രാവിലെ പീറ്റർ എപ്പോഴും പോലെ അവളുടെ ബൂത്തിലൂടെ നടക്കുന്നു. പക്ഷേ ഇത്തവണ അവൻ പറയുന്നു, "മേരി ക്രിസ്മസ്." അത് വെറും 2 വാക്കുകൾ മാത്രം. പക്ഷേ ലൂസിക്ക് എല്ലാം. നിമിഷങ്ങൾക്കു ശേഷം അവളുടെ ലോകം തലകീഴായി മാറി. പീറ്റർ കൊള്ളയടിക്കപ്പെട്ട് ബോധരഹിതനായി ട്രെയിൻ ട്രാക്കിലേക്ക് വീഴുന്നു. ഒരു മടിയും കൂടാതെ ലൂസി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവനെ രക്ഷിക്കാൻ താഴേക്ക് ചാടുന്നു. കൃത്യസമയത്ത് അവൾ അവനെ വഴിയിൽ നിന്ന് ഉരുട്ടിമാറ്റുന്നു, അവന്റെ ജീവൻ രക്ഷിക്കുന്നു. ഒരു ആംബുലൻസ് പീറ്ററിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോഴും അപരിചിതയായി ലൂസി അവനെ പിന്തുടരുന്നു. പീറ്ററുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ മൃദുവായി മന്ത്രിക്കുന്നു, "ഞാൻ അവനെ വിവാഹം കഴിക്കാൻ പോകുകയായിരുന്നു." ഒരു നഴ്സ് ഇത് കേൾക്കുന്നു. അവൾ അവന്റെ പ്രതിശ്രുത വധുവാണെന്ന് അനുമാനിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ആശുപത്രി ജീവനക്കാർ ലൂസിയെ അകത്തേക്ക് കടത്തിവിടുന്നു. താമസിയാതെ പീറ്ററിന്റെ കുടുംബം മുഴുവൻ ഇടിച്ചുകയറി. ഊഷ്മളവും കുഴപ്പവും സ്നേഹവും നിറഞ്ഞത്. പീറ്ററിന് ഒരു പ്രതിശ്രുത വധു ഉണ്ടെന്ന് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പക്ഷേ ഒരു നഴ്സ് അത് സ്ഥിരീകരിക്കുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നു. ലൂസി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കുഴപ്പങ്ങൾ അവളുടെ ശബ്ദത്തെ മുക്കിക്കളയുന്നു. കുടുംബം, പ്രത്യേകിച്ച് പീറ്ററിന്റെ അമ്മയും മുത്തശ്ശിയും, ഉടൻ തന്നെ അവളെ ആലിംഗനം ചെയ്യുന്നു. അവൾ തളർന്നുപോയി. അവൾ ഒരിക്കലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു നുണയിൽ കുടുങ്ങി. പക്ഷേ കുടുംബം അവൾക്ക് സ്നേഹം നൽകുന്നു, വർഷങ്ങളായി അവൾക്ക് അനുഭവപ്പെടാത്ത ഒന്ന്. ലൂസി പീറ്ററിന്റെ ഗോഡ്ഫാദറായ സൗളിനെ കണ്ടുമുട്ടുന്നു. അവൻ അവളോട് സൗമ്യമായി പറയുന്നു, "നീ ഒരു മനുഷ്യനെ മാത്രമല്ല രക്ഷിച്ചത്, നീ ഞങ്ങളെയെല്ലാം രക്ഷിച്ചു." പിന്നെ അവൾ പീറ്ററിന്റെ ഇളയ സഹോദരനായ ജാക്കിനെ കണ്ടുമുട്ടുന്നു. ജാക്കിന് സംശയമുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു. എന്നാൽ പതുക്കെ അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഫർണിച്ചറുകൾ വിതരണം ചെയ്യുക, മഞ്ഞുവീഴ്ചയുള്ള തെരുവുകളിലൂടെ നടക്കുക, ശാന്തമായ സ്വപ്നങ്ങൾ പങ്കിടുക, ലൂസിയും ജാക്കും ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഇറ്റലി സന്ദർശിക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവൾ അവനോട് പറയുന്നു. കൈകൊണ്ട് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ അവൻ അവളെ കാണിക്കുന്നു. പീറ്ററുമായി അവൾ വിവാഹനിശ്ചയം നടത്തേണ്ടതാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ ഹൃദയം പതുക്കെ ജാക്കിനോട് പ്രണയത്തിലാകുന്നു. പീറ്ററിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ജാക്കിന്റെ ആശയക്കുഴപ്പം രൂക്ഷമാകുന്നു. അവിടെ ലൂസി ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് അയാൾ അവളോട് പറയുന്നു. പീറ്ററിന് സ്വന്തമായി ഒരു പൂച്ച പോലുമില്ലെന്ന് പൂച്ച അകത്തേക്ക് കടന്നുവരുമ്പോൾ തന്നെ. പിന്നീട് ജാക്ക് ലൂസിയുടെ ശല്യക്കാരനായ അയൽക്കാരനായ ജോ ജൂനിയറെ കണ്ടുമുട്ടുന്നു. അവർ ഡേറ്റിംഗിലാണെന്ന് തെറ്റായി അവകാശപ്പെടുന്നു. ഇത് ജാക്കിന്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. എന്നാൽ ഇതിനിടയിലും ലൂസിയുടെ ദയ, സത്യസന്ധത, നിശബ്ദമായ സങ്കടം എന്നിവ ജാക്കിന് താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. അതേസമയം പീറ്ററിന്റെ യഥാർത്ഥ പ്രതിശ്രുത വധു ആഷ്ലി സംഭവിച്ചതെല്ലാം അറിയാതെ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു. പീറ്റർ ഒടുവിൽ ഉണരുമ്പോൾ ലൂസിയെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷേ അത് അപകടത്തിൽ നിന്നുള്ള ഓർമ്മ നഷ്ടപ്പെട്ടതാണെന്ന് അവന്റെ കുടുംബം അനുമാനിക്കുന്നു. സമ്മർദ്ദം വർദ്ധിക്കുന്നു. പീറ്റർ ആശയക്കുഴപ്പത്തിലായതും നിരാശനുമായ ആശുപത്രിയിൽ വെച്ച് ലൂസിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അവൾ അതെ എന്ന് പറയുന്നു. പക്ഷേ ഉള്ളിൽ അവൾക്കറിയാം താൻ തെറ്റായ പുരുഷനോടാണ് അതെ എന്ന് പറയുന്നത് എന്ന്.
ആശുപത്രിയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. ലൂസി നിശബ്ദയായി പ്രത്യക്ഷപ്പെടുന്നു. ചടങ്ങ് ആരംഭിക്കാൻ പോകുമ്പോൾ അവൾ നിർത്തുന്നു. ഹൃദയസ്പർശിയായ ഒരു നിമിഷത്തിൽ ലൂസി കാലഹൻ കുടുംബത്തോട് എല്ലാം ഏറ്റുപറയുന്നു. തെറ്റിദ്ധാരണയെക്കുറിച്ചും താൻ വളർത്തിയ നുണയെക്കുറിച്ചും. ജാക്കിനോട് മാത്രമല്ല, കുടുംബത്തോടും താൻ കണ്ടെത്തിയ സ്നേഹത്തെക്കുറിച്ചും അവൾ അവരോട് സത്യം പറയുന്നു. അവൾ അവരോട് പറയുന്നു, നിങ്ങളുടെ കുടുംബവുമായി പ്രണയത്തിലാകാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കണം. മുറി നിശബ്ദമാകുന്നു. പീറ്ററിന്റെ യഥാർത്ഥ പ്രതിശ്രുത വധു തന്റെ സ്ഥാനം അവകാശപ്പെട്ട് മുന്നോട്ട് നടക്കുന്നു. ലൂസി ഹൃദയം തകർന്ന്, എന്നാൽ സ്വതന്ത്രയായി നടക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലൂസി വീണ്ടും അവളുടെ ബൂത്തിലെത്തി. ഇന്ന് ശാന്തമായ ഒരു ദിവസം. പക്ഷേ പിന്നീട് ജാക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇത്തവണ അവൻ എല്ലാവരെയും കൊണ്ടുവരുന്നു. പീറ്ററിന്റെ കുടുംബം, സോൾ, മുത്തശ്ശി പോലും. ജാക്ക് എഴുന്നേറ്റു പുഞ്ചിരിച്ചു. എല്ലാം ആരംഭിച്ച സ്റ്റേഷനിൽ വെച്ച് തന്നെ ലൂസിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അവൾ അതെ എന്ന് പറയുന്നു. അവരുടെ ഹണിമൂണിനായി അവൻ അവളെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ എപ്പോഴും സ്വപ്നം കണ്ട സ്ഥലം. പീറ്റർ ഒരിക്കൽ ലൂസിയോട് ചോദിച്ചു, ജാക്കുമായി പ്രണയത്തിലായത് എപ്പോഴാണെന്ന്. അവൾ മറുപടി പറഞ്ഞു, നീ ഉറങ്ങുമ്പോഴായിരുന്നു അത്. കണ്ടതിന് നന്ദി. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ കൂടുതൽ ഹൃദയസ്പർശിയായ സിനിമാ യാത്രകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.